ഹലോ സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ കാറ്റാടിക്കടവിൻ്റെ താഴെയായിട്ട് ആരും കാണാത്ത തന്നെയുള്ള ഒരു ഒരു ഗുഹയാണ്. ഇതിൻ്റെ ഉള്ളിൽ നല്ല സംവിധാനമായിട്ട് പഴയ കാലത്തെ ആൾക്കാർ ഈറ്റ വെട്ടുകാരിക്ക് വരുമ്പോൾ ഇവിടെയായിരുന്നു ആശ്രയിച്ചിരുന്നത്. അതിൻ്റെ ഉള്ളിൽ ഫുഡ് ഉണ്ടാക്കാനുള്ള സംവിധാനമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലിക്ക് കടന്നുറങ്ങാവുന്ന റൂം പോലെ സംവിധാനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇത് കാറ്റാടിക്കടവിൻ്റെ അവിടെ നേരെ താഴത്തേക്ക് പഴയ കാലത്ത് ഷോർട്ടായിട്ട് നടന്നു വരുന്ന വഴിയുണ്ടായിരുന്നു. ആ വഴിയുടെ ഇടയ്ക്കൊരു ഭാഗത്തായിട്ടുള്ളതാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലുള്ളതാണ് സംവിധാനം. ഞങ്ങൾക്ക് ഇടയ്ക്കിങ്ങനെ അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു അളിയൻ ഈ തവണ വിദേശത്ത് നിന്ന് വന്നിരുന്നു. അദ്ദേഹം വരുമ്പോഴെല്ലാം ഇവിടെ പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയി ഇരുന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നല്ല രസം, നല്ല തണുപ്പാണ് അതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ അടുത്ത് അരുവി കാര്യങ്ങളെല്ലാം ഉണ്ട്, വെള്ളം എല്ലാം സംവിധാനം നമുക്ക് കിട്ടുന്ന ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ നല്ലൊരു സുഖമായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി ഒരു ദിവസമൊക്കെ ചുമ്മാ നമ്മൾ ഇരുന്ന് വർത്താനം പറഞ്ഞിരുന്നു. കണച്ചതിൽ പുറ്റിക്ക് നിറഞ്ഞിങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പുറ സൈഡിലേക്ക് കിടക്കുമ്പോഴത്തേക്കും റൂം പോലെ ഇരിക്കാനുള്ള സീറ്റ്, കല്ല്, ഇങ്ങനെ ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഇത് പഴയ കാലത്ത് ആദിവാസികൾക്ക് താമസിക്കുന്നതാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും അടിപൊളിയാണ്. അവിടെ വെള്ളമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ കാറ്റാടിക്കടവിൽ പോകുന്നവർ ഒരു കണക്കിൽ ശരിക്കും ഇവിടെയും വന്നേച്ച് പോകേണ്ടതാണ്. കാരണം ഇതൊക്കെ ഒത്തിരി ആളുകൾക്ക് അറിയത്തില്ലാത്തൊരു പ്രദേശമായിട്ടൊക്കെ. വെള്ളമൊക്കെ വേനൽക്കാലത്തും ഇതേ രീതി തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തൊരു കുളമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അരുവിയുണ്ട്. അവിടെ എന്നും വെള്ളം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. എന്താണ് ഞങ്ങൾ പോയി കുറച്ച് നേരം ഇരുന്ന് നല്ല ഭംഗിയായിട്ട് ഞങ്ങൾ പിന്നെ അവിടെ തിരിച്ചിറങ്ങുന്ന ഭാഗമാണിത്. ഇറങ്ങിപ്പോകുമ്പോൾ ചില സൂക്ഷിച്ചിറങ്ങണമെന്നേ ഉള്ളൂ. നേരെ വന്ന വഴിയും ഉണ്ട്. ഞങ്ങളിപ്പം ഇതിൻ്റെ സൈഡ് പിടിച്ചങ്ങ് ഇറങ്ങിയതാണ് കേട്ടോ. എന്താണ് സൂപ്പാണ്. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞ വെള്ളം ഉണ്ട്. അവിടെ ഒരു കുളമാണ്, നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. നല്ല കുറച്ച് ഈറ്റയൊക്കെ ചടി കിടപ്പുണ്ട്. എങ്കിൽ നല്ല തെളിഞ്ഞ വെള്ളം, നല്ല ടേസ്റ്റും കേട്ടോ വെള്ളത്തിന്. നിങ്ങൾ കാറ്റാടിക്കടവ് പോകുമ്പോൾ നേരെ ഷോർട്ട് ഇറങ്ങി താഴത്തേക്ക് വരുവാണെങ്കിൽ ഇത് കാണാം. പിന്നെ അതിൻ്റെ താഴെ ഒരു ദ്വീപുണ്ട്, അത് കാണാം. അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്.